നമസ്കാരം സനോജ്. നമസ്കാരം. ഇതിപ്പോ കോടതിക്കും അയ്യപ്പനും ജനങ്ങൾക്കും എല്ലാം കൺഫ്യൂഷനാണ്. സ്വർണം കട്ടവർ ആരപ്പ? ആരാ ഇത്? എല്ലാവരും പുറത്തിറങ്ങി. ഇതിൽ ആരാണ് എന്നത് ആർക്കും ഒരു ധാരണയില്ലാത്ത ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്ത് പറയുന്നു ഈ വിഷയത്തിൽ? അല്ല, തീർച്ചയായിട്ടും നമ്മൾ തത്വമയി പുറത്തു കൊണ്ടുവന്ന ഒരു വാർത്തയാണ്. തത്വമയിയാണ് ആദ്യമായി ലോകത്തിനെ അറിയിക്കുന്നത്. സെപ്റ്റംബർ 7-ാം തീയതി ഈ നാലാം ഓണത്തിൻ്റെ അന്ന് ദ്വാരപാലകന്മാരുടെ ശില്പം ആരോരും അറിയാതെ അവിടെ നിന്ന് ഇളക്കിക്കൊണ്ട് ചെന്നൈയിലേക്ക് പോകുന്നു. ചെന്നൈയിലെ അമ്പട്ടൂരുള്ള മന്ത്ര ഗോൾഡ് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകുന്നു. ഈ വാർത്ത ആദ്യം പുറം ലോകത്തെ അന്ന് അറിയിക്കുന്നത് തത്വമയിയാണ്. പിന്നീട് ബാക്കിയുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത ഏറ്റെടുക്കുന്നു, വലിയ വിഷയമാകുന്നു, കോടതി ഇടപെടുന്നു. പിന്നീട് അങ്ങോട്ട് 2-3 മാസം ആ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ വാർത്താ മാധ്യമങ്ങളുടെ തലക്കെട്ടുകളിൽ, അതായത് ഹെഡ്ലൈൻസിൽ 3ഉം 4ഉം 5ഉം ടോപ്പിക്കുകളായി നിറഞ്ഞു നിന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തന്നെയാണ്. ഈ പറഞ്ഞ മാധ്യമങ്ങളുടെ OB വാനുകൾ ഇവിടെ നിന്നും ഹൈദരാബാദിലേക്കും ചെന്നൈയിലും ഒക്കെ ചീറിപ്പാഞ്ഞ കാലമായിരുന്നു അത്. പക്ഷെ പിന്നീട് അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നതോടുകൂടി ഇത് വാർത്തകളിൽ നിന്ന് അപ്രത്യക്ഷമാകുമെന്ന്. പിന്നെയും ഈ കേസിലെ പ്രതികൾ അറസ്റ്റിലായി എന്നുള്ളത് കൊണ്ട് തന്നെ അത് വീണ്ടും നീണ്ടുപോയി. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി അതിൻ്റെ തൊട്ട് മുന്നാൽ എല്ലാം അപ്രത്യക്ഷമായി. കാര്യം SIT ഇതിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ ആദ്യം തന്നെ ഫെയില്യൂറായി. അതുകൊണ്ട് തന്നെ ഓരോ പ്രതികൾക്കായി, അറസ്റ്റ് ചെയ്യപ്പെട്ട ഓരോ പ്രതികൾക്കായി 90 ദിവസം ആയപ്പോൾ സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ ഇടയായി. ഏറ്റവും ഒടുവിൽ ശങ്കർദാസ്, അദ്ദേഹമാണ് ഈ ഒരു കേസിൽ അകത്തുണ്ടായിരുന്നത്. അദ്ദേഹവും ഇന്നലെ ജാമ്യം കിട്ടി സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ വലിയ രീതിയിൽ സ്വർണം കട്ടു എന്നുള്ള പേരിൽ അകത്തായവരൊക്കെ ഇപ്പോൾ പുറത്തായിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്താണ് ഈ കേസിൻ്റെ ഗതി എന്ന് ആലോചിച്ച് അന്തം വിട്ട് നിൽക്കുകയാണ് ഭക്തജനങ്ങളും വിശ്വാസി സമൂഹവുമെല്ലാം. നമുക്കറിയാം, കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ പൈതൃക സ്വത്തായ ഒരു വലിയ ക്ഷേത്രം, അല്ലേ? മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പോലെ തീർത്ഥാടകർ എത്തിച്ചേരുന്ന, ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ വന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ശബരിമല. ഏറ്റവും ചുരുങ്ങിയ ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ ഭക്തർ വന്നു പോകുന്ന ഒരു വന തീർത്ഥാടന കേന്ദ്രം, അതും അന്തർദേശീയമായ ഒരു റിസർവ് ഫോറസ്റ്റിൽ, അല്ലേ, പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിലാണ് ഈ ക്ഷേത്രം കുടികൊള്ളുന്നത്. വളരെയധികം പ്രത്യേകതകൾ കൊണ്ട്, ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും ഒക്കെ ശ്രദ്ധ നേടിയ ഒരു ആരാധനാലയമാണ് ശബരിമല. ആ ക്ഷേത്രത്തിലെ വലിയ തോതിലുള്ള സ്വർണം അവിടെ നിന്നും കടത്തിക്കൊണ്ട് പോയി എന്ന് വളരെ വ്യക്തമായിട്ടും അന്വേഷണ സംഘത്തിന് ഇപ്പോഴും അതിൻ്റെ മെറ്റീരിയൽ ഫാക്ട്സ് കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ കഴിയാതെ, കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാതെ ഇങ്ങനെ ഉഴലുന്നു എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ പ്രഷർ ഇതിന് പിന്നിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും എല്ലാം അറിയാം. ആരാണ് കള്ളന്മാരെന്നറിയാം, എങ്ങനെയാണ് സ്വർണം കൊണ്ടുപോയതെന്നറിയാം, സ്വർണം അവിടെ നിന്ന് കടത്തിയെന്നറിയാം. പക്ഷെ ഇതിനൊന്നും തെളിയിക്കാൻ തെളിവുകൾ വന്നിട്ടില്ല. ഇതൊന്നും കുറ്റപത്രമായി സമർപ്പിക്കപ്പെട്ടിട്ടില്ല. കോടതിക്ക് എപ്പോഴും വേണ്ടത് മെറ്റീരിയൽ ഫാക്ട്സ് ആണല്ലോ, കോടതിയുടെ ഫ്രണ്ടിൽ. അങ്ങനെ മെറ്റീരിയൽ ഫാക്ട്സ് ഹാജരാക്കുന്നതിൽ SIT അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഓരോ പ്രതികളായി ഇതിൽ നിന്ന് ഊരിപ്പോകുന്നത്. മാത്രമല്ല, ഈ സ്വാഭാവിക ജാമ്യം കിട്ടിയ പ്രതികളൊക്കെ ഇതിനോടകം എന്തെല്ലാം പ്ലാനിങ് നടത്തി കാണും. ഇനിയൊരു കുറ്റപത്രം തയ്യാറായാൽ, അല്ലെങ്കിൽ ഇനിയൊരു ചാർജ് ഷീറ്റ് ഉണ്ടായാൽ തന്നെ ഇവരൊക്കെ ഇതിൽ നിന്നും സമർത്ഥമായി പുറത്തിറങ്ങാനുള്ള പദ്ധതികൾ ഇപ്പോഴേ ആസൂത്രണം ചെയ്ത് കാണും. ഇപ്പോൾ കോടതി ജാമ്യം കൊടുക്കുന്നത് പല ഉപാധികളോടുകൂടിയാണ്. ജില്ല വിട്ടു പോകാൻ പാടില്ല, ഇവർ തമ്മിൽ ബന്ധപ്പെടാൻ പാടില്ല, അല്ലെ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ വിവര സാങ്കേതിക വിദ്യയുടെ ഈ അത്യന്താധുനിക യുഗത്തിൽ ഇവർ തമ്മിൽ ബന്ധപ്പെടാതിരിക്കുമോ? ഇവർ തമ്മിൽ പ്ലാനിങ് ഇല്ലാതിരിക്കുമോ? എല്ലാം ഇപ്പോഴേ സ്വൈപ്പ് ചെയ്തിട്ടുണ്ട്, എല്ലാം ഇത് വൃത്തിയാക്കിയിട്ടുണ്ട്. SIT ആദ്യ സമയങ്ങളിൽ വളരെ സത്യസന്ധമായിട്ടാണ് ഈ കാര്യങ്ങൾ, കേസുകൾ മുന്നോട്ട് SIT അല്ല, എനിക്കിത് പറയാനുള്ളത്, കോടതി ആദ്യം കാണിച്ച ഒരു ശുഷ്കാന്തി ഇപ്പോൾ കാണിക്കുന്നില്ല എന്ന് വളരെ വിഷമത്തോടെ നമുക്ക് പറയാം. കാര്യം നമ്മളൊക്കെ അഭിമാനത്തോടെ പറഞ്ഞിരുന്നു. കാര്യം കോടതി ഇതിന്റെ പിന്നിൽ അഡമന്റായി നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഒരു കേസ് തന്നെ പുറത്തു വന്നത്. ഇത്രയധികം കാര്യങ്ങൾ ആദ്യ സമയത്ത് നമ്മൾ നോക്കുക, ഈ സെപ്റ്റംബറിൽ ഇത് കഴിയുന്നു. ഒക്ടോബർ നവംബർ മാസത്തിൽ ഓരോ ദിവസവും കോടതി ഇതിനെ സ്ക്രൂട്ടിനി ചെയ്യുകയും ആഴ്ചയ്ക്ക് ഇതിൻ്റെ റിപ്പോർട്ട് എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഇടക്കാല റിപ്പോർട്ട് പോയിട്ട് മറ്റ് ഒരു തരത്തിലുള്ള കാര്യങ്ങളും ഇതിൽ വരുന്നില്ല. മാത്രമല്ല, ഇത് ആദ്യം മുതൽ തന്നെ ഇതൊരു ഓപ്പൺ കോർട്ടിലല്ല ഇതിൻ്റെ ചർച്ചകൾ നടന്നതും കേസ് വാദം നടന്നതും ഒക്കെ. എല്ലാം ക്ലോസ് ഡോർഡ് ആയിരുന്നു, അല്ലേ? വളരെ ഗോപ്യമായ രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു രഹസ്യ സ്വഭാവം എന്തിനാണ്? ഇത് വിശ്വാസികളാണല്ലോ ഇത് അറിയേണ്ടത്. കാര്യം
ഒരുപാട് വിശ്വാസികളാണ് അവിടെ ഇത്തരത്തിലുള്ള സമർപ്പണങ്ങൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ന്യായമായും ഇത് അറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ കോടതി ഈ കാര്യത്തിൽ ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളതാണ്. അത് ഇത്രയധികം പ്രതികൾ ഇറങ്ങിപ്പോയിട്ടും അന്വേഷണ സംഘത്തിനെതിരെ ഒരു വിമർശനം ഉന്നയിക്കാൻ പോലും കോടതിക്ക് കഴിയുന്നില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്. വലിയ രീതിയിലുള്ള ഇലക്ഷൻ സമയമായതോടുകൂടി ഇലക്ഷനെ തന്നെ തകിടം മറിച്ചേക്കാവുന്ന രീതിയിലുള്ള ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ രാഷ്ട്രീയ ഇടപെടൽ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരു പൊളിറ്റിക്കൽ പ്രഷർ ഈ ശബരിമല കേസിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് വളരെ സ്പഷ്ടമായ ഒരു കാര്യമാണ്. പക്ഷേ ഇതാരും തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ. മാത്രമല്ല ആദ്യം ഒരുപാട് പ്രക്ഷോഭങ്ങളും ഇതുമൊക്കെയായി പലരും പൊതു നിരത്തിലേക്ക് ഇറങ്ങിയതാണ്. പക്ഷെ ഇപ്പോൾ ശബരിമല ആർക്കും അറിയണ്ട എന്നുള്ള ഒരു കാര്യമാണ്. അത് അവിടെ കിടക്കട്ടെ, കൊള്ള നടന്നു, ഇതിന് പ്രതികൾ അകത്ത് കയറി, അവർ ജാമ്യത്തിൽ ഇറങ്ങി, ഇത് ആർക്ക് പ്രശ്നം എന്നുള്ള രീതിക്ക് ഇത് നമ്മുടെ ഹൈന്ദവ സംഘടനകൾ വളരെ ദുഃഖത്തോടു കൂടി പറയുകയാണ്. ഹൈന്ദവ സംഘടനകൾ പോലും ശബരിമലയ്ക്ക് വേണ്ടി കൃത്യമായ ഒരു ശബ്ദം ഉയർത്തുന്നില്ല എന്ന് ഈ അവസരത്തിൽ പറയേണ്ടി വരും. അല്ല, ഇത് ഹൈന്ദവ സംഘടനകൾ അവരുടെ ഒരു ഭാഗത്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഈ പ്രഷർ എന്ന് പറഞ്ഞാൽ പ്രഷർ ബിൽഡപ്പ് എന്ന് പറയുന്ന സാധനം സമൂഹത്തിൽ വലിയ രീതിയിൽ ശബരിമലയുടെ കാര്യത്തിൽ ഇപ്പോൾ സനോജ് നേരത്തെ സൂചിപ്പിച്ച പോലെ നടക്കുന്നില്ല എന്നാണ്. ഇപ്പോൾ കോടതി വളരെ കൃത്യമായിട്ട് ഈ വിഷയത്തിൽ സ്ക്രൂട്ടണൈസ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഫോർത്ത് എസ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വാർത്താമാധ്യമങ്ങളാണ്. പക്ഷേ വാർത്താമാധ്യമങ്ങൾക്ക് ഇതിൽ വലിയ ശ്രദ്ധ ഇപ്പോൾ ഇല്ല. അതിന് പ്രധാനമായിട്ടൊരു കാരണമുണ്ട്. പല മാധ്യമങ്ങൾ നേരിട്ട് തന്നെ ഇടതുപക്ഷത്തിന് PR വർക്ക് ചെയ്യുന്നു. വളരെ സങ്കടകരമായൊരു അവസ്ഥയാണ്. അല്ല അതായത് ഹരി ഇതിലെ കാര്യം വളരെ വ്യക്തമാണ്. ഇതിന് ഇത്രയധികം വളച്ചുകെട്ടലുകളുടെയോ അന്വേഷണത്തിന്റെയോ ഒന്നും ആവശ്യമില്ല. കാര്യം അന്വേഷണം കൃത്യമായി എത്തേണ്ടിടത്തേക്ക് തന്നെ എത്തിയതാണ് ഒരു ഘട്ടത്തിൽ. അതെ, ഇല്ലേ? അതെ. ഒരു ഘട്ടത്തിൽ നേരെ സ്ട്രേറ്റ് ലാൻഡ് ചെയ്തതാണ് കടകംപള്ളിയിലേക്ക്. കടകംപള്ളിയിലേക്ക് ഈ കേസ് ലാൻഡ് ആവുന്നു എന്ന് കണ്ടപ്പോഴാണ് ഇതിന് ഡീവിയേഷൻ ഉണ്ടാക്കാൻ വേണ്ടി പല ഭാഗത്തുനിന്നും പലരും ഇറങ്ങി. കാര്യം കടകംപള്ളി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനപ്പുറം പിടിക്കപ്പെടാൻ പോകുന്നത് ആരൊക്കെയൊന്ന് വളരെ വ്യക്തമാണ്. മുഖ്യമന്ത്രിയുടെ നയതന്ത്ര ചാനൽ വരെ അന്വേഷണ പരിധിയിൽ വരും എന്നുള്ള ഒരു ഘട്ടം എത്തിയപ്പോഴാണ് ഇതിന്റെ അന്വേഷണ ഗതിവിഗതികൾ മാറിയതല്ല, ഇത് മാറ്റിമറിച്ചതാണ്. അതും വളരെ സ്പഷ്ടമാണ്. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ഇനി ഏതെങ്കിലും ഒരു കാലത്ത് ഇതിന്റെ സത്യം തെളിയുകയാണെങ്കിലും, ഇന്ന് ഹരിയും ഞാനും കൂടെ ഈ ന്യൂസ് ഫ്ലോറിൽ ഇരുന്ന് പറയുകയാണ്, ശബരിമലയുടെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ട്. ആ ക്രമക്കേട് മൂടി വയ്ക്കാൻ അതിലും വലിയ അട്ടിമറി ഇപ്പോൾ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ സ്പഷ്ടമാണ്. ഈ കാരണഭൂതനിലേക്ക് ഈ വിഷയം എത്തുമ്പോൾ തന്നെ അത് ഫ്യൂസ് ഊരി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഫ്യൂസ് ഊരി മാറ്റി പല സൈഡിൽ നിന്നാണ് ഫ്യൂസ് മാറ്റിയത്. അതായത് ഈ പ്രഷർ ബിൽഡപ്പ് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ ഇടങ്ങളിൽ നിന്നും ഇതിൻ്റെ എനർജി കട്ട് ചെയ്യുകയായിരുന്നു ഇവർ ചെയ്യുന്നത്. വളരെ ആസൂത്രിതമായും തന്ത്രപരമായും വളരെ ഗൂഢമായൊരു ശ്രമം തന്നെ ഇതിൻ്റെ പിന്നിൽ നടന്നു എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. മാധ്യമങ്ങൾ മറ്റ് ന്യൂസുകളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു എന്ന വ്യാജേന ശബരിമല കട്ട് ഓഫ് ചെയ്യായിരുന്നു. ഇപ്പോൾ തത്വമയി ന്യൂസ് ഇതിൽ കാണിക്കുന്നൊരു ആത്മാർത്ഥതയൊന്നും മറ്റു മാധ്യമങ്ങൾക്കില്ല. അവർക്ക് പലരും ഈ കാശ് കൊടുത്താൽ വഴങ്ങുന്ന ഒരു സ്വഭാവത്തിലേക്ക് തന്നെ ഈ കാര്യങ്ങളെ മാറ്റിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇതിനകത്തുള്ള ഒരു പ്രഷർ ബിൽഡപ്പ് കോടതിക്ക് മുകളിലേക്ക് നടന്നിട്ടില്ല. കോടതിക്ക് മുകളിലേക്ക് പ്രഷർ ബിൽഡപ്പ് നടക്കാത്ത സമയത്ത് ഇതിനെ ആസൂത്രിതമായി തന്ത്രപരമായി ഇതിനെ അതായത് ഇതിൻ്റെ എൻഡ് പോയിന്റ് ആയിട്ടുള്ള അന്വേഷണ ഏജൻസിയെ വളരെ ക്രിയാത്മകമായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാരിന് കഴിഞ്ഞു. ഇത് ആദ്യം തന്നെ ഉറപ്പായിരുന്നു. കാരണം സ്റ്റേറ്റിൻ്റെ ഒരു മെഷീനറി ഈ കേസിൽ അന്വേഷണം തുടങ്ങിയാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ സ്റ്റേറ്റ് മെഷീനറിയെ അട്ടിമറിക്കപ്പെടും എന്നുള്ള കാര്യം ആദ്യം തന്നെ ഇത് ഉറപ്പായിരുന്നു. നമ്മൾ ഇനി എത്ര തന്നെ ഒരു പ്രഷർ ബിൽഡപ്പ് ചെയ്താലും ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റിൻ്റെ അധികാരികളോടാണ്. ഇപ്പം സിവിൽ സർവൻസ് ആയാലും സ്റ്റേറ്റിൻ്റെ സിവിൽ സർവൻസ് ആയാലും അതിൻ്റെ ഇമ്മീഡിയറ്റ് കൺട്രോൾ നമുക്ക് പല സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും സത്യസന്ധരായിട്ടുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ കിട്ടി വീട്ടിലിരിക്കാൻ അനിശ്ചിതകാലത്തേക്ക് അവരിനി അടുത്ത ജോബ് റോൾ എന്താണെന്ന് പോലും കൺഫ്യൂഷനാണ്. ഇപ്പോൾ കോഴിക്കോട് പ്രശാന്തിൻ്റെ കാര്യമൊക്കെ നമുക്ക് വളരെ വ്യക്തമാക്കി അറിയാമെന്നുള്ളതാണ്, കളക്ടർ ബ്രോയുടെ കാര്യമൊക്കെ. അപ്പോൾ ഈ തരത്തിൽ വളരെ ആസൂത്രിതമായിട്ട് ആൾക്കാരെ ഉദ്യോഗസ്ഥരെ ഈ രീതിയിലൊരു പ്രഷർ അവരുടെ കരിയർ നശിപ്പിക്കുന്നു എന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നോക്കിയാൽ ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുമെന്ന് സംസ്ഥാന സർക്കാരിന് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇതിനെ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ, ഇതിനെ കൃത്യമായ രീതിയിൽ കട്ട് ഓഫ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും മാധ്യമങ്ങൾ ഇതിന് പിന്നിൽ ഇറങ്ങണം. തുടർച്ചയായി മാധ്യമങ്ങൾ ഇതിൻ്റെ പിന്നിലേക്ക് ഇറങ്ങണം. പക്ഷേ ദൗർഭാഗ്യവശാൽ തത്വമയി ഒഴിച്ച് കുറച്ച് മാധ്യമങ്ങൾ ഒഴിച്ച് ഇതിൻ്റെ പിന്നിലേക്ക് ഇറങ്ങാൻ തയ്യാറാവില്ല. ഹൈന്ദവ സംഘടനകളാണ് മറ്റൊരു വലിയ പ്രഷർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. വളരെ ആക്റ്റീവായിട്ടും അഗ്രസീവായിട്ടും ഈ വിഷയത്തെ നേരിടേണ്ടിയിരിക്കുന്നു. അല്ല ഹരി, ഈ മാധ്യമങ്ങൾ ഇപ്പോൾ വിഷയം എടുക്കുന്നത് ടൈം റൈറ്റ് നോക്കിയും അവരുടെ റീച്ച് നോക്കിയും ഒക്കെയാണ്. നമ്മളത് നോക്കിയല്ല, റീച്ച് മാത്രം
മാത്രമല്ല ആസൂത്രിതമായി ഇതിന്റെ റീച്ച് കട്ട് എന്ന് പറയുന്ന സാധനം ഇപ്പോ ഈ നമ്മൾ ഈ എടുക്കുന്ന ചർച്ചയ്ക്ക് ഇതിന്റെ താഴെ എത്ര കമന്റ്സ് വരുന്നെന്നോ എത്ര റീച്ച് കിട്ടിയോന്നോ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ വാർത്ത എടുക്കുന്നത്. കാര്യം ഇത് ചർച്ച ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണ്. ഇത് മറ്റാരും പറയാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് പക്ഷെ നമ്മളെങ്കിലും പറയണം. കാര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ കേൾക്കുമ്പോൾ ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധികൾ അടക്കം ചിലപ്പോൾ ഇതിന്റെ താഴെ വന്ന് കമന്റ് ചെയ്തേക്കാം, ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ ശബ്ദമുയർത്തും. പക്ഷേ സത്യം ഇതാണ്, ഈ തെരഞ്ഞെടുപ്പ് അടുത്തോടുകൂടി എല്ലാവരും തന്നെ ഇതിൽ ശബ്ദമുയർത്തുന്നതിൽ നിന്നൊക്കെ ഒരുപാട് പിൻവാങ്ങിയിട്ടുണ്ട്. ഇത് വളരെ പ്രകടമായ കാര്യമാണ്. മാത്രമല്ല ഇതിന്റെ ഇതിന്റെ ഒരു ഗതി മാറിയത് എവിടെയാണെന്നൊന്ന് നോക്കൂ ഹരി. അതായത് പൂർണ്ണമായും LDF ആരോപിച്ചിരുന്ന ഒരു കുറ്റം അതിലേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുമായി ഉൾപ്പെടെയുള്ള പടം വരുന്നു. ഇതിനെ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഡിഫെൻഡ് ചെയ്തത് തന്ത്രിയെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ്. തന്ത്രിയെ അറസ്റ്റ് ചെയ്തതോടുകൂടി വിശ്വാസി സമൂഹം ഇതിനെതിരെ തിരിയുന്നു ഇല്ലേ? അതോടുകൂടിയാണ് ഹൈന്ദവ സംഘടനകൾക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിലുള്ള ഒരു ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുന്നത്. ഇതിപ്പം തന്ത്രിക്കെതിരെ തിരിയുമ്പോൾ ഈ കേസ് മൊത്തം വേറൊരു രീതിയിലേക്ക് പോവുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത്. പിന്നീട് എല്ലാവരും ഇലക്ഷൻ്റെ ബാക്കിൽ നിന്ന് അങ്ങ് പോയി. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞു, ഇനിയിപ്പോൾ ചിലർ ജയിക്കും ചിലർ തോക്കും, അത് അവരവരുടെ കാര്യം. പക്ഷേ ശബരിമലയുടെ കാര്യത്തിൽ ആരും ഇപ്പോൾ കൃത്യമായ ഒരു ശബ്ദം ഉയർത്തുന്നില്ല എന്നൊരു പരാതി തത്വമായി മുന്നോട്ട് വയ്ക്കുകയാണ്. കാര്യം ഇത്രയും വലിയ വിവാദമായൊരു വിഷയം, ഈ ഞാൻ പറഞ്ഞതുപോലെ ഇതിലെ എല്ലാ കാര്യവും വ്യക്തമാണ്. അവിടുന്ന് സ്വർണം പോയിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. ഇത് കടത്തിയത് ആരാണെന്നും എല്ലാവർക്കും അറിയാം. ഇത് ഇന്ന ആള് ചുമ്മാ ആരെയും പിടിച്ച് 90 ദിവസമൊന്നും ജയിലിൽ കിടത്തില്ലല്ലോ. എന്തുകൊണ്ട് അവരെ ഡിഫെൻഡ് ചെയ്ത് വേറെ കേസ് മൂവ് ചെയ്യുന്നില്ല? കിടന്ന ഒരാൾക്ക് അവർ കുറ്റാരോപിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് തിരിച്ച് ഡിഫെൻഡ് ചെയ്ത് കേസ് വേറെ മൂവ് ചെയ്യാമല്ലോ. അങ്ങനെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അല്ല, മത്സരത്തിൽ വിജയിച്ചതുപോലെ കടകംപള്ളിക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തു. അതെ, എല്ലാവരെയും കൃത്യമായി അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒതുക്കി. ഈ പുറത്തിറങ്ങിയവരാരും ഒരിടത്തും പിന്നെ കാണുന്നുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പൊ എവിടെയാണ്? പത്മകുമാർ എവിടെയാണ്? ഇല്ലേ? ചോദ്യങ്ങളോട് ചോദിക്കാനുണ്ട്. പക്ഷേ വളരെ സങ്കടത്തോടു കൂടി പറയുകയാണ്, ശബരിമല കേസ് അങ്ങനെ അങ്ങ് തേച്ച് മാച്ച് കളയാനുള്ള ഒരു കേസല്ല. വളരെ ഗൗരവമേറിയ വിഷയമാണ്. ഒരുപാട് പ്രകടന പത്രികകളിൽ ഇത് കണ്ടു. അവർ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ കേസ് അന്വേഷിക്കും, മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, അത് പ്രകടന പത്രിക അനുസരിച്ച് അവർ വരുമ്പോൾ കാര്യങ്ങൾ. പക്ഷേ അവർ വന്നിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളല്ല. അതിനു മുമ്പേ സ്വരങ്ങൾ ഉയരണം. സ്വരങ്ങൾ ഉയർന്നാൽ മാത്രമേ ഇപ്പോഴും പല കള്ളന്മാരും ഇതിന്റെ പേരിൽ ഞെളിഞ്ഞു നടക്കുന്നുണ്ട് പുറത്തിറങ്ങിയവർ. അല്ല, നിസ്സാരമായ കാര്യമല്ല. ഇപ്പോൾ ഇതിന് പുറമെ മറ്റ് ശക്തികൾ കൂടി, ഇപ്പോൾ പോൾ തേലക്കടച്ചനൊക്കെ ഹൈന്ദവരുടെ ക്ഷേത്രങ്ങളുടെ സ്വർണ്ണത്തിന്റെ കണക്കന്വേഷിക്കാൻ തുടങ്ങി. അപ്പൊ അത് ഇപ്പം നിസ്സാരമായ കാര്യമല്ല. ശബരിമല പോലുള്ള അന്താരാഷ്ട്ര കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് മറ്റു പലരും കൂടി വട്ടമിട്ട് പറക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും നിസ്സാരമായി ഒരു ഘട്ടത്തിൽ കോടതി തന്നെ പറഞ്ഞതാണ് അന്താരാഷ്ട്ര വിഗ്രഹ കടത്തുമായി ഈ കേസിന് വലിയ ബന്ധമുണ്ടെന്ന്. കോടതി പറഞ്ഞതാണ്, മറ്റാരും പറഞ്ഞതല്ല. എന്നിട്ട് അതേ കോടതി ഇപ്പോൾ മൗനം പാലിച്ച് മിണ്ടാതിരിക്കുന്നു. ഞങ്ങളിതൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞു. ഇത് കോർട്ട് അലക്ഷ്യമൊന്നും അല്ല, ഞങ്ങൾ പറയുന്ന അത്തരത്തിലുള്ള കാര്യമല്ല. പക്ഷേ കോടതി ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കണം. ഇത് ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്. കാര്യം ആദ്യം മുതൽ ഈ കേസിന്റെ പിന്നാലെ ഉള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമം എന്ന നിലയിൽ ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്. ഈ കേസ് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കോടതി തന്നെ മുൻകൈയെടുക്കണം എന്നുള്ള ഒരു അപേക്ഷയാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.